ആരാണ് ആ, സംസാരിക്കുന്നത്? ഒന്ന് ജസ്റ്റ് ഒന്ന്. ആ, എന്റെ പേര് എ- എന്റെ പേര് ആശ. ആ, എനിക്ക് ബൊട്ടിക്കാണ്. അപ്പം നമുക്ക് പ്രൊഡക്ട്സ് ഡെയിലി നമ്മൾ ഡിഫറെന്റ് ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആണ്. അപ്പം പ്രൈസും വ്യത്യാസമുണ്ട്, മെറ്റീരിയൽ വ്യത്യാസമുണ്ട്, കളർ വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ അതും നമുക്ക് അങ്ങനെ ചെയ്തിടാൻ പറ്റുമോ? അത് എന്നും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഡെയിലി ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ന്യൂ ന്യൂ പ്രൊഡക്ട്സ് ആണ്. ഒരു ദിവസം സാരി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ദിവസം ചുരിദാർ മെറ്റീരിയൽ ആയിരിക്കാം, ഒരു ദിവസം ചിലപ്പോൾ ടോപ്പ് മാത്രമായിരിക്കാം, ചിലപ്പോൾ ഒരു ദിവസം ടോപ്പും ബോട്ടം ആയിരിക്കാം. ആ, പിന്നെ ഓൾ മെറ്റീരിയൽ നമ്മൾ ഡിഫറെന്റ് സ്റ്റഫ് ആണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഞാനിപ്പം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇങ്ങനെ മെസ്സേജ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ബാക്ക് എടുക്കാൻ പറ്റില്ല, ആരാണ് മുമ്പ് ചോദിച്ച ഐറ്റം അങ്ങനെയൊക്കെ വരുന്നതേ. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അത് ഇതില് മെറ്റീരിയൽ മാറുന്നുണ്ടോ അതോ ഓഫറുകളാണോ മാറുന്നത്? എല്ലാം മാറുന്നുണ്ട്. അതായത് ഇപ്പം എല്ലാം മാറുന്നുണ്ട്. ഓർഗൻസ ഉണ്ടാവും, കോട്ടൺ മെറ്റീരിയൽ ഉണ്ടാവും, അജ്രക് മെറ്റീരിയൽ ഉണ്ടാവും, നെറ്റ് കോട്ടൺ ഉണ്ടാവും, സോഫ്റ്റ് കോട്ടൺ ഉണ്ടാവും, സിൽക്ക് ഉണ്ടാവും, അങ്ങനെ ജൂട്ട് ഉണ്ടാവും, ലിനൻ ഉണ്ടാവും, പല പല മെറ്റീരിയൽസ് ആണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഡിഫറെന്റ് ആണ്, പ്രൈസ് ഡിഫറെന്റ് ആണ്, സ്റ്റഫ് ഉം ഉം. ഡിഫറൻസ് ആണ്, കളർ ഡിഫറൻസ് ആണ്, എല്ലാം ഡിഫറെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പോ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിലെ ഈ ഒരു പിന്നെ കാര്യം, അതായത് ഇപ്പോ അതിന്റെ ലിങ്ക് ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ ഇ കൊമേഴ്സ് സ്റ്റോറിന്റെ ലിങ്ക് അത് കൊടുക്കുക, അവരോട് അതിൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ പർച്ചേസ് നടന്നില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഇതുപോലുള്ള ഓട്ടോമേഷനിലൂടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. ഇക്കോം ഇ കൊമേഴ്സ് ഹലോ. സ്റ്റോർ എന്നപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യുന്ന ഇതുണ്ടല്ലോ. ഉം 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 കാരണം ഇതൊരു ഇപ്പൊ ഡെയിലി മാറുന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതില് കാറ്റലോഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അത് ഡെയിലി അപ്ഡേറ്റഡ് ആയിട്ട് പോകണം എന്നുള്ളതാണ്. ഉം ഉം എങ്ങനെയായാലും ഇപ്പോ ആ ഒരു ഞാൻ മുമ്പ് ഇതുപോലെ ചെയ്തപ്പോ എനിക്കുള്ള ഒരു മെയിൻ പ്രശ്നം വന്നതെന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഒന്ന് നിങ്ങൾക്ക് ആ ഒരു ഡെയിലി അപ്ഡേഷൻ ഉള്ളത് തന്നെയാണ്. പിന്നെ അതിന്റെ പുറമെ അതിന്റെ ഇൻവെന്ററി കീപ്പ് ചെയ്യണം. ഇപ്പോ സപ്പോസ് ഈ സംഭവം ഇത്ര സ്റ്റോക്ക് ഉണ്ട് നമ്മളൊരു സ്ഥലത്ത് നമ്മളത് റെക്കോർഡ് ചെയ്ത് വെക്കുക, ആളുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആളുകൾ കയറുമ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നു. പക്ഷെ നമ്മൾ മാനുവൽ ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കത് കഴിയില്ല. കുറെ ആളുകൾ അത് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ട് ഇതാക്കുമ്പോൾ നമുക്ക് പിന്നെ ഓർഡർ ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ഇല്ല എന്ന് പറയേണ്ടി വരും. ഉം അപ്പൊ അതിന് ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ ചെയ്തിട്ട് ബേസിക് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അല്ല, ഇപ്പൊ നമുക്ക് ഷോപ്പിഫൈ അതുപോലുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു മാസം ഒരു 1,500 രൂപ മാറ്റി വെക്കണം എന്നുള്ളൂ. ഉം അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബിസിനസ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ സെയില് ഈ ഒരു കാര്യം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുള്ളൂ. ഉം 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 അതിന്റെ ഒപ്പം ഈ കാര്യം ഉം കണക്ട് ചെയ്യുക, വാട്സപ്പിന്റെ ഈ ഒരു ഓട്ടോമേഷൻ കാര്യങ്ങളും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അവരെ ഒരു പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ളൊരു രൂപത്തിലുള്ള മെസ്സേജിങ് കൊടുക്കാം. അത് ഓട്ടോമാറ്റഡ് ആയിട്ട് നടക്കും. ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ഉം ചെയ്തിട്ടില്ല, ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ ഒരു 5% ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ കൂപ്പൺ കോഡ് അടുത്ത തവണ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇല്ല, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ അത് നമുക്ക് സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യണം. ഉം അതുപോലെ ഉം നിങ്ങളുടെ പ്രൈസിങ്, നിങ്ങളുടെ പ്രോഫിറ്റ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ കൊടുത്താൽ അത് മുതലാകും എന്നുള്ള രൂപത്തിലൊക്കെ ചെയ്തിട്ടേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇനീഷ്യലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഉം. ആ, അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പെട്ടെന്ന് എനിക്ക് 2 ഡേയ്സ് 3 ഡേയ്സ് കൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി നമുക്ക്. ആ, ഉം ഉം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാജുവലി കുറച്ച് നാൾ അങ്ങനെ പോയി, നന്നായിട്ട് സെയിലൊക്കെ വന്നു, നല്ല ഇതായിരുന്നു. പിന്നെ ഗ്രാജുവലി നമ്മളുടെ ആ ഗ്രാഫ് കുറഞ്ഞു വരുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? അത് കണ്ടന്റിന്റെ ക്വാളിറ്റി ആയിരിക്കാം ചിലപ്പം പ്രശ്നം. സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതും വ്യൂസിന്റെ കുറച്ച് ഇതാണോ പറയാം. കുറഞ്ഞിട്ടുണ്ട്. കുറയുന്നുണ്ട്. ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് ആയപ്പോ തന്നെ 7000 എബവ് ആയിരുന്നു ഉം ഉം ഉം. സബ്സ്ക്രൈബേഴ്സ്. ആ ആ. അപ്പം ഭയങ്കര ക്വിക്കായിരുന്നു. പക്ഷെ അതിപ്പം അത് കുറവ് വരുന്നുണ്ട്. അത് എന്താണ് അതിന്റെ റീസൺ എന്ന് മനസ്സിലാവുന്നില്ല. കണ്ടന്റ് സ്ഥിരമായിട്ട് ചെയ്യാറില്ലേ? എങ്ങനെയാണ് ഒരു ഡെയിലി ഇടുന്നുണ്ട് നമ്മൾ പോസ്റ്റ്, ഡെയിലി ഇടുന്നുണ്ട്. ഉം ഉം. അപ്പൊ ചിലപ്പം എന്തായിരിക്കും ക്വാളിറ്റിയുടെ അതിന്റെ? എന്തെങ്കിലും പ്രശ്നമാവാം.
ഞാനത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. മുമ്പ് ചെയ്തതും ഐഫോണിൽ വീഡിയോ എടുത്തിട്ട് അവർ എഡിറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ്. ഇപ്പോഴും അതുപോലെ തന്നെ ചെയ്യുന്നത്. പക്ഷെ അതിൽ വ്യത്യാസം എന്താന്ന് മനസ്സിലാവുന്നില്ല. അവർ കുറയാനുള്ള കാരണം റീസൺ മനസ്സിലാവുന്നില്ല. നമ്മള് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇതായിട്ട്. പിന്നെ വ്യൂസ് കുറഞ്ഞിട്ട് ചിലപ്പോൾ അതിന്റെ ഒരു എല്ലാവരും ആളുകൾക്ക് പറഞ്ഞു. ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം എന്നുള്ള ഇതായിരിക്കും. അല്ലാതെ വേറെ അല്ല, ഇപ്പൊ അത് കമ്മ്യൂണിറ്റി അങ്ങനെയൊക്കെ ഇത് ഗൈഡ്. വരാൻ സാധ്യത കുറവാ. കാരണം നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം എന്നാണ് എല്ലാവരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. അപ്പൊ അത് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും. അപ്പൊ ആ അതെ. കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉം. നല്ല നല്ല പ്രൊഡക്ട്സ് ആണെന്ന് എനിക്ക് വേറെ കാണുന്നവരുടെ കമന്റ് കിട്ടുന്നുണ്ട്. അത് മുമ്പുള്ളതിലും നല്ല പ്രൊഡക്ട്സ് അല്ലേ നമ്മൾ എപ്പോഴും കൊണ്ടുവരാൻ നോക്കുക. അപ്പൊ അതെ അതെ. ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഒക്കെ നമ്മൾ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മളൊരു പർച്ചേസിംഗ് മാനേജറെ ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊണ്ട് കുറയുന്നതല്ല. പക്ഷെ അതെന്താന്ന് എനിക്കറിയില്ല. ഗ്രാഫ് താണു പോണുണ്ട്. ഈ യൂട്യൂബ് കണ്ടന്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഉം. വാട്സപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്തെങ്കിലും ക്രിയേറ്റ് അതിലൂടെ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ വാട്സപ്പിൽ അതും ഞാൻ കൂടി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ അതും കൂടി ചെയ്യും. ഇപ്പൊ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഉം. ഉം. അതായത് വാട്സപ്പിന്റെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ്. ഇപ്പൊ എന്റെ ഇവിടെ ഉം. ഞാൻ ഉം. ഒരു ഈ ഇതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ഈ ഗൂഗിൾ മാപ്പിൽ ഉണ്ടോ എന്ന് നോക്കട്ടെ, ജസ്റ്റ് ഒരു സെക്കൻഡ്. എന്റെ ഇവിടെ ചെയ്യുന്നൊരു ഓ, ഇതുപോലെ ഒരു ബൊട്ടിക്കാണ്. ഉം. ജസ്റ്റ് ഒരു സെക്കൻഡ്. ഉം. ആ ഉം. ഒരു ഗ്രൂപ്പിന് ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് സാറ് എന്തെങ്കിലും കൊടുക്കണം എന്ന് ഓക്കെ, മാത്രം. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോ ഒരു 1000 പേര് കാണുന്നുണ്ടെങ്കിൽ അതിലൊരു 10 പേരായിരിക്കും ചിലപ്പോൾ നമ്മളുടെ അടുത്ത് എൻക്വയറിക്ക് വരുന്നത്. ഉം. അതെ അതെ ആ, അതെ. അത് സത്യമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കിപ്പോ ഒരു 11,000 അബവ് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് അതില് എനിക്ക് തോന്നുന്നു എൻക്വയറി ആയിട്ട് വന്നേക്കുന്ന ഒരു 700 സംതിങ് ആയിരിക്കണം, അല്ലെ ഒരു 800 900 സംതിങ്. അതില് നമ്മൾ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. ഉം ഉം. അപ്പൊ അതില് നമ്മൾ സെല് ചെയ്യാൻ വേണ്ടി വരുന്നത് അതിലും കുറച്ചായിരിക്കും. അതെ അതെ. അപ്പം അപ്പം ഈ പറയുന്ന കോണ്ടാക്ട്സ് നമുക്ക് അങ്ങനെ കിട്ടുന്ന കോണ്ടാക്ട്സ് ഒക്കെ നമുക്കത് എടുക്കാം. ഉം ഉം. അതല്ലാതെ ഇപ്പൊ നമുക്ക് തന്നെ വേറെ പേഴ്സണലി വേറെ കുറെ ആൾക്കാർ നമ്മളെ ഓരോ ഗ്രൂപ്പിൽ ആഡ് ചെയ്തതും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിലെ കോണ്ടാക്ട്സും നമ്പേഴ്സും കൂടെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ പോസിബിൾ ആണോ? അത് പോസിബിൾ വാട്സാപ്പിൽ ആണ്. തന്നെ. പക്ഷെ അതായത് ഇപ്പോ നമ്മൾ മറ്റുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് നമ്മളെ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുക എന്നുള്ള ഒരു സംഗതിയാണ് ഇതിലെ ഉദ്ദേശിക്കുന്നത്. അതെ, അതെ, അതെ. അത് അത് കാരണം ഞാൻ എല്ലാം പറയാ. ലേഡീസ് ആവുമ്പോ കാരണം ഇതൊന്നും അറിയുന്നില്ലല്ലോ. നമുക്ക് ഓരോ ആൾക്കാരെയും നമുക്ക് പേഴ്സണലി അറിയില്ല. അപ്പൊ നമ്മളുടെ ഇത് അവരെ അറിയിക്കണം. അതാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പൊ നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ തന്നെയാണ് അതും. അപ്പോ അവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ഇതെന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലേഡീസ് ആണ്, പക്ഷെ അത് നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടില്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊരു അല്ല, ഞാൻ പറയാല്ലേ. ഷ്യൂർ. നമ്മളുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മാത്രം അവർ പർച്ചേസ് ചെയ്താൽ മതി. അത് ഒരു സംശയം വേണ്ട. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അവര് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരിത് കാണണമല്ലോ. അങ്ങനെ നമുക്ക് കാണിക്കാനായിട്ട് നമുക്ക് എന്താണ് ഒരു അതിലുള്ള ഒരു അതിന് മാർഗം? ഏ- ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയ ആഡുകൾ ചെയ്യുക എന്നത് ഞാൻ പറയാം. ഈ ഒരു സംഗതി ഇപ്പൊ സോഷ്യൽ നമ്മൾ മീഡിയ അഡ്വർടൈസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് റൺ ചെയ്യാന്നുള്ളത് അല്ലേ? അതെ. മറ്റുള്ളത് നമ്മള് ആഡ് റൺ ചെയ്യാന്നുള്ളത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഓ, പറ്റും പറ്റുമോ, സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ. അതെ അല്ലേ? ഉം. ഉം. മറ്റുള്ള ഇപ്പൊ നമ്മൾ മറ്റുള്ള ഗ്രൂപ്പുകൾ ഗ്രാബ് ചെയ്ത് അതിൽ നിന്ന് നമ്പർ എടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളത് ഞാൻ എല്ലാവരോടും പറയാറ്. കുറെ ആളുകൾ ഉം. ചെയ്യാറുണ്ട്. പക്ഷെ അത് ഞാൻ എന്താണ് നമ്മളതൊരു ശരിയായിട്ടുള്ള ഒരു രീതിയായിട്ട് അതിനെ കാണുന്നില്ല. അത് കാരണമാണ് അതുകൊണ്ടല്ലേ എൻ്റെ ഞാനത്. അടുത്ത് ഒരാൾ ഇങ്ങനെ ചോദിച്ചതാണ് എൻ്റെ അടുത്ത്. നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗുകാർ ഒരുപാട് പേര് നമ്മൾ ഒരു ദിവസം കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇന്നും വിളിച്ചിരുന്നു ഒരാള്. ഉം. അപ്പം അവര് പറഞ്ഞതാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് ഗ്രൂപ്പ്സ് മാമിന് തന്നെ കാണുമല്ലോ. അപ്പൊ അതിൽ നിന്നുള്ള നമ്പേഴ്സ്, കാരണം എല്ലാവരിലേക്കും നമ്മുടെ പ്രൊഡക്റ്റ് എത്തുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഉം. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഒരു സംശയം ചോദിക്കാനിടയായത്. നമ്മള് ഒരു ഉം. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസിന്റെ ടേമിൽ എടുത്ത് ഞാനിപ്പോ ഏഹ്, എന്റെ അടുത്ത് ഇപ്പൊ മാമിന്റെ ഒരു സംഗതി ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് വരുന്നതും എന്റെ ആഡ് കണ്ടിട്ട് എന്നെ കുറിച്ച് പഠിച്ച് എനിക്ക് ഇതായിട്ട് വരുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഉം. ഉം. ഉം.
അല്ല, അത് ഞാൻ ഒന്ന് ഇതില് പുതിയതാണ്. എനിക്കറിയില്ല ഇതിനെപ്പറ്റി. ഞാൻ എന്റെ ഇല്ല, സംശയങ്ങളാണ് ചോദിക്കുന്നത്. അതൊക്കെ ഒരു സെയിൽസിന്റെ ഒരു മാർക്കറ്റിംഗ് ടേമിൽ ഞാൻ പറഞ്ഞു തന്നെ, ഞാനൊരു പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട്, അതായത് ഒന്ന് ഇൻബൗണ്ട് സെയിൽസ് ഔട്ട് ബൗണ്ട് സെയിൽസ് എന്ന് പറയും. ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഉം. ഇതെടുക്കൂ എന്ന് പറയുന്നതും, എനിക്ക് ആ പ്രൊഡക്റ്റ് വേണമെന്ന് തീർച്ചയായിട്ടും. ഇങ്ങോട്ട് പറയുന്നതും വലിയ വ്യത്യാസമുണ്ട്. സെയിലിൽ വളരെ ഈസി ആയിട്ട് കൺവേർഷൻ അല്ലെങ്കിൽ ഇത് വരുന്നത് വ്യത്യാസമുണ്ടല്ലോ. ആ ഒരു ടേമിലാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും. മാത്രം. ആഡ് ഉം. ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്വയറി നടത്തുന്ന രൂപത്തിൽ ആവാം എന്ന് അപ്പൊ മാത്രം. നമ്മൾ ഒരു ആഡ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ പേയ്മെന്റ് ഒക്കെ എത്രത്തോളം വരും? അത് പല ബജറ്റിനനുസരിച്ചിട്ടാണ്. ഒരു ദിവസം അപ്പൊ 100 രൂപ നമ്മള് മുതൽ സ്റ്റാർട്ടിംഗ് നമുക്ക് റേറ്റ് എത്രയും, എങ്ങനെയാ ആഡിന്റെ? അത് നമ്മുടെ ബജറ്റിനനുസരിച്ചിട്ടുണ്ട്. ഒരു ദിവസം 100 രൂപ മുതൽ അല്ലെങ്കിൽ 80 രൂപ മുതൽ നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മള് ഒരു ആഡിന് എത്ര എൻക്വയറീസ് ഒക്കെ വരും? അത് നമ്മുടെ ആഡിന്റെ ഇതിനെ ബേസ് ചെയ്തിട്ടിരിക്കുമല്ലോ. നമ്മുടെ ആ ഓക്കെ. ക്രിയേറ്റീവിനെയും അതിന്റെ ക്വാളിറ്റിയും അനുസരിച്ചിട്ട്. അല്ല, ജസ്റ്റ് ഒന്ന് ബേസിക്കലി ഞാൻ കണ്ടുവരാറുള്ള ഒരു ഇത് അറിയാൻ ചോദിച്ചതാ. എനിക്കറിയില്ല. അങ്ങനെ ഐ മീൻ ഇപ്പൊ ഉം, നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഓരോന്നിന്റെ ബേസ് ഇത്ര ചെയ്തിട്ടിരിക്കും. ആൾക്കാരിലേക്ക് പോകും അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല ഇല്ല ഇല്ല. അത് ഉം, ഉം, ഫേസ്ബുക്ക് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് പറയും എത്ര ആളുകളിലേക്ക് പോവാം എന്നുള്ളത്. അത് ഇത്ര റേഞ്ചേ പറയുള്ളൂ. 1000 മുതൽ 10,000 എന്നുള്ള ഒരു റേഞ്ച് ഒക്കെ പറയും. അതിൽ എത്രയും ആവാം. ചിലപ്പോൾ 1000-ൽ താഴെ വരാം, ചിലപ്പോൾ 10,000-ൽ ഉം, കൂടുതൽ പോവാം, ചിലപ്പോൾ 5,000 ഉം, 6,000 ആ ഒരു റേഞ്ചിൽ നിൽക്കാം. ഡിപ്പെൻസ് ഓൺ ഉം, ഓരോ ദിവസത്തെയും ഇതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഉം, ഉം, ഉം. ഈ ഒരു കാര്യം ചെയ്യൂ, ഇത് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്യൂ. അപ്പോ കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഓക്കെ, ഉണ്ടല്ലോ, താങ്ക് ഞാൻ യു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്തിടാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.